ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് പരിഗണിച്ച് കച്ചത്തീവ് തിരിച്ചു പിടിക്കണമെന്ന് സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. പക്ഷേ മറുപടി ഉണ്ടായില്ല. ഇന്ന് മാത്രമല്ല, 2015 ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് ലഭിച്ച ഒരു വിവരാവകാശത്തിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന്റെയോ ഏറ്റെടുക്കുന്നതിന്റെയോ വിഷയമല്ല ഇത്. ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള സമുദ്രാതിർത്തി സംബന്ധിച്ച കരാർ അനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമാണ് എന്ന്. ഈ പറഞ്ഞ ജയശങ്കർ തന്നെയാണ് കഴിഞ്ഞ ദിവസം രേഖകളുമെടുത്ത് പത്രസമ്മേളനം നടത്തിയത് എന്ന് ഓർക്കണം. 2015 രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റാണ് എന്നും നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കച്ചത്തീവെന്ന് മിണ്ടാത്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം കോൺഗ്രസിന് നേരെ വലിയൊരു ആരോപണമായി കൊണ്ടുവന്നതിന്റെ റൂട്ട് മാപ്പ് കൂടി ഒന്ന് പരിശോധിക്കാം. മാർച്ച് 5 BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇത് സംബന്ധിച്ച് ഒരു വിവരാവകാശം വയ്ക്കുന്നു.